ഹലോ, തമ്പിച്ചനെ മേളിൽ ലൈറ്റ് സെറ്റ് ചെയ്യോ? വിളിച്ചിട്ടുണ്ടായിരുന്നു, ബിസിയാണെന്ന് പറഞ്ഞു. ഓഹോ ഹോ ഹോ. ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ ഒരു ഷൂട്ടൊക്കെ ചെയ്യുന്നത്? ആദ്യമായിട്ടാണ്. അതല്ലേ? ഓ ഓ ഓക്കെ. അപ്പോൾ ബാക്കി കുറച്ച് പണികളൂടെ തലയിലുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. പ്രവീൺ ശ്രീകാന്തേട്ടനെ പരിചയപ്പെട്ടല്ലോ അല്ലേ? അതെ അതെ അതെ. ശ്രീകാന്തേട്ടനെ എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയാമോ? ശ്രീകാന്തേട്ടൻ ആക്ച്വലി നമ്മുടെ ഏരിയയിൽ അത്യാവശ്യം ഇലക്ട്രിക്കൽ പരിപാടികളും, അത് മീൻസ് ശ്രീകാന്തേട്ടൻ ലൈൻമാൻ അല്ലേ? ലൈൻമാനാണ് അല്ലേ? ഞാനവിടെ മറ്റേ നമ്മുടെ ഇതിൻ്റെ RCDC പരിപാടിക്ക് വേണ്ടി, അതായത് പൈസ അടക്കാത്ത ആൾക്കാരെ പിടിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഞാൻ ആക്സിഡൻ്റലി മഹാദേവൻ്റെ വീട്ടിൽ ചെന്ന് ചേർന്നത്. ഞാൻ അവിടെ റെന്റിന് വരുമായിരുന്നു. ഞാനല്ല കാശ് അടയ്ക്കാത്തത്, അതിന് മുന്നേ താമസിച്ചിരുന്ന ആൾക്കാരാണ്. അത് സത്യം. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ പേടിച്ചു പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ആ ഗംഭീരം പട്ടിയുണ്ടല്ലോ, എനിക്കൊരു പിറ്റ്ബുള്ളുണ്ടാ, അവൻ കിടുവാണ്. കൊല കേട്ടാണ് പുള്ളി ഇറങ്ങി വേണ്ടത്. അവനിങ്ങനെ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് എൻ്റെ പിറ്റിന് വരെങ്കിലും തോന്നി ഇത് ഇത്രയും താടി. ഞാൻ ആക്ച്വലി ചേട്ടനെ നോട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചേട്ടൻ്റെ താടിയാണ് അന്നും ഈ താടി. ഞാനെന്താ പറയുക, ഈ താടി വെട്ടാണ്ടിരുന്നാൽ നമുക്കൊരു ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് താടി കുറേ കഴിഞ്ഞിട്ടാണ് പറയണത്. അതെ. അപ്പം ചേട്ടന് ഒരു കോൺഫിഡൻസ് ഇല്ല പ്രവീണെ. നമ്മൾ ആസ്മാൻ്റെ ഒക്കെ ചെയ്തതൊന്നും ചേട്ടൻ അറിയില്ല, അവിടോട്ടൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ചേട്ടാ, എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കട്ടെ. മേക്കപ്പ് ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്? ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് തന്നെ ആദ്യമായിട്ടാണ് മേക്കപ്പ് ഇത് ചെയ്യണത്. കല്യാണത്തിനോട് മേക്കപ്പ് ചെയ്തിട്ടില്ല. കല്യാണത്തിനോട് മേക്കപ്പ് ചെയ്തിട്ടില്ല. വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടന്? വീട്ടില് വൈഫ്, മോൻ, ഞങ്ങൾ രണ്ടുപേര്, ഇത് ഒരു മോന്. പിന്നെ തറവാട്ടില് അമ്മ, അനിയൻ, എല്ലാവരും ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ആരൊക്കെ ഇവിടെ? വൈഫും മോനും. ഓക്കെ. നിങ്ങളുടെ അപ്പം ഡ്യൂട്ടി ടൈമിങ്ങുകൾ ഒക്കെ എങ്ങനെയാണ് ചേട്ടാ? അത് 8 മണി തുടങ്ങി വൈകിട്ട് 5 മണി വരെ നോർമൽ ഡ്യൂട്ടി. നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ ഒരു ഇപ്പോഴത്തെ ഇവിടുത്തെ ഇതനുസരിച്ച് വൈകിട്ട് 5 മണി തുടങ്ങി പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ. ആ സമയത്തുള്ള എന്ത് പണിയും. അത് എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നോർമലി നമ്മൾ പിന്നെ ഇഷ്ടംപോലെ ഈ പറഞ്ഞേക്കുന്ന പോലെ ആൾക്കാരെ കാണുന്നുണ്ട്. അതിനകത്ത് ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ചേട്ടൻ ഈ താടി. എസ്പെഷ്യലി ഒരു ലൈൻമാനെ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും താടി വെച്ചിട്ട് കണ്ടിട്ടില്ല. അത് തന്നെയാണ് ചേട്ടൻ ഒരു പക്ഷേ ഇവിടെ എത്താനുള്ളൊരു കാരണവും അല്ലേ പ്രവീണെ? പ്രവീണിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ, പ്രവീണെ നിന്റെ അത്രയും താടിയുള്ള ഒരാള് അല്ലേ? അപ്പം അതെന്താണ് ചേട്ടന് ബിയേർഡിനോടുള്ളൊരു ഇഷ്ടം എന്താണ്? ബിയേർഡിനുള്ള ഇഷ്ടം രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇഷ്ടത്തിൻ്റെ മാത്രമല്ല, അലർജി, എൻ്റെ ബിയേർഡിനോടുള്ള അലർജി ഉണ്ട്. പിന്നെ ഫാദറിന് ചെറുതായിട്ടൊരു താടി ഉണ്ടായിരുന്നു, ഷേവ് ചെയ്യാനുള്ളൊരു അലർജി. വൈഫിന് ഇഷ്ടമാണോ താടി? വൈഫിനും ഇഷ്ടമാണ്, മോനും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്ര പേര് ആയത്. രണ്ടുപേരും മറ്റേ മോൻ രാത്രി കിടക്കാൻ നേരത്ത് പുള്ളിയാണ് അറേഞ്ച് ചെയ്ത് തന്നത്. അതാണ് ഏറ്റവും വലിയ രസം. 4 വയസ്സുള്ളെങ്കിലും കിടക്കാൻ നേരത്ത് അറേഞ്ച് ചെയ്ത് തരും. അപ്പം ഇന്ന് ഈ ഷൂട്ടിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം വൈഫിൻ്റെ ഒക്കെ റിയാക്ഷൻ എന്തായിരുന്നു? ഇന്നിങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയെന്ന് പറയുന്നത് ഇത് തന്നെ കൊണ്ട് പറ്റുമെന്നാണ് ആദ്യം ചോദിച്ചത്. നമ്മൾ വീട്ടിലെ ഫോട്ടോ എടുക്കാൻ നേരത്ത് പോലും വലിയ കോൺഫിഡൻ്റ് അല്ലാണ്ടാണ് ഫോട്ടോന് അവരുടെ ഒപ്പം പോസ് ചെയ്യണത്. മോൻ്റെ ഒപ്പം ആണെങ്കിലും വൈഫിൻ്റെ ഒപ്പം ആണെങ്കിലും. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുന്നത് തന്നെ കൊണ്ട് പറ്റും, ഇത് അത് ചെയ്യുമോ? അവർക്കൊക്കെ എനിക്ക് തന്നെ കൊണ്ട് പണിയായിരിക്കും, അവരൊക്കെ ശരിക്കും പണിയെടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പം ചേച്ചി അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെയും പ്രവീണിൻ്റെയും കോൺഫിഡൻസ് ആണ് ചേട്ടന് ഒരു മേക്ക് ഓവർ. നിങ്ങളുടെ കോൺഫിഡൻ്റ് ആണ് എനിക്ക് ഈ ഒരു ഇത് തന്നെ. ചേട്ടനെ കണ്ടപ്പോൾ വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ തന്നെ ചേട്ടൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറ്റും എന്നുള്ള സാധനം നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്കി ചേട്ടൻ്റെ പ്രധാനപ്പെട്ട ഒരാളെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. അതായത് എല്ലാ പ്രാവശ്യത്തെ പോലെ മെനിൻക്യൂ ആണ് ഇങ്ങനൊരു ഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചേട്ടൻ്റെ കോസ്റ്റ്യൂം നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പം മെനിൻക്യൂവിൻ്റെ കോസ്റ്റ്യൂമിലും സൂം ഒപ്റ്റിക്കൽസ് കാലിക്കറ്റിൻ്റെ സ്പെക്സിലും ആയിരിക്കും ചേട്ടൻ ഇന്ന്. ഒപ്പം പ്രവീണിൻ്റെ മേക്ക് ഓവറും, പ്രവീണിൻ്റെ മേക്കപ്പ് ആൻഡ് ഹെയർ, പിന്നെ ഈ എളിയ കലാകാരൻ്റെ
ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡിൽ. അതെ ആറ്റിറ്റ്യൂഡിലും. നമസ്കാരം, ഞാൻ മഹാദേവൻ തമ്പി. അപ്പം ഒരു മേക്ക് ഓവർ ഷൂട്ടുമായിട്ട് വന്നേക്കാണ്. അപ്പം മേക്ക് ഓവർ നടത്തുന്ന ആളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മുടെ വീട്ടിൽ ഒക്കെ വരുന്ന KSCBയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ലൈൻമാനാണ് ആക്ച്വലി സ്പീക്കിംഗ്. ശ്രീകാന്തേട്ടൻ എന്താ ഞാൻ നോട്ടീസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീകാന്തേട്ടൻ്റെ താടി, ഒരു ബുള്ളറ്റിലുള്ള വരവ്, ഒരു നീല ക്യാപ്പ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി ശ്രീകാന്തേട്ടൻ്റെ ഒരു ടോട്ടൽ ലുക്സ്. അത് മാത്രമല്ല, ഈ ഒരു മോഡൽ അല്ലാത്ത ആളെ മാറ്റിപ്പിടിക്കുക എന്നുള്ള സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ്. എനിക്ക് തോന്നുന്നു 5 വർഷം മുന്നേ ഞാൻ 4-5 വർഷത്തോളമായി ആസ്മാനെ കണ്ടുപിടിച്ച് ആസ്മാൻ്റെ ഒരു ഷൂട്ട് ചെയ്തത് നിങ്ങളെല്ലാവരും ഭയങ്കരമായി ഏറ്റെടുത്തിട്ട്. അതേപോലെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം, അന്നും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാനന്ന് പറഞ്ഞു, ഈ സ്റ്റീരിയോ ടൈപ്പ് സാധനങ്ങൾ വിട്ടിട്ട് ഉള്ള പരീക്ഷണങ്ങൾ ചെയ്യുക എന്നുള്ളതും അവരുടെ ഒരു ദിവസം അവരുടെ ചിരി കാണുക എന്നുള്ള സാധനം, ഒരു ചിരി കാണുക എന്നുള്ളത് ആണ് നമുക്ക് ഏറ്റവും അധികം, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്ന കാര്യം. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആസ്മാനെ കണ്ടെത്തുന്നത്. അത് കഴിഞ്ഞ് സ്വിഗ്ഗിയിൽ ഡെലിവറി ചെയ്യുന്ന വിജുവേട്ടൻ്റെ വീഡിയോ. വിജുവേട്ടൻ അത് കഴിഞ്ഞിട്ടൊരു ഭയങ്കര ഹിറ്റായിട്ടുള്ള ആൽബത്തിനകത്ത് അഭിനയിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നൊരു 2 മില്യണോ 3 മില്യണോ എന്തോ വ്യൂസ് ആയിട്ടുണ്ട് ആൽബം. അത് വിജുവേട്ടൻ ഞാൻ ക്യാമറ ചെയ്ത 2 സിനിമയിൽ അഭിനയിച്ചു. പിന്നെ പാപ്പിയമ്മ ഭയങ്കര താരമായിരുന്നു. ഈ തേവലക്കാടെന്ന് പറഞ്ഞിട്ട് വൈക്കത്തെ തേവലക്കാട് ഉള്ള ഒരു കുഞ്ഞു സ്ഥലത്ത് ഉള്ള 98 വയസ്സുള്ള ഒരു എൻ്റെ ഏറ്റവും സീനിയർ മോഡലായിരുന്നു പാപ്പിയമ്മ. അതുപോലെ തന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ സ്പെഷ്യാലിറ്റി വേറെ ഒന്നുമല്ല, താടിയാണ്. അപ്പം താടി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് പുള്ളിയുടെ അറ്റേഴ്സൊക്കെ ഒന്ന് മാറ്റി, പുള്ളി കാക്കി തന്നെ അടിപൊളിയാണ്. അപ്പം കാക്കിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പുള്ളീനെ വേറെ മെന്നൻ ക്യൂവിൻ്റെ കോസ്റ്റ്യൂംസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ഒന്ന് മേക്ക് ഓവർ. പ്രബിനാണ് നമ്മളുടെ സ്ഥിരം മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രബിനാണ് നമ്മുടെ വൈറലായിട്ടുള്ള ആസ്മാൻ്റെ ഷൂട്ടിൻ്റെ ബാക്കിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ പ്രബിനെ തന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ. പ്രബിൻ്റെ അടുത്ത് ആളെ കാണിച്ചു കൊടുത്ത് പ്രബിൻ്റെ അടുത്തോട്ട് ഇരുത്തിയേക്കാണ്. അപ്പം നമുക്ക് മേക്കപ്പ് റൂമിലോട്ട് പോയാലോ? കം ഓൺ, ഫോളോ മീ. അപ്പം ഇതാണ് ശ്രീകാന്ത് മുരളി ഫ്രം കലൂർ. ഓക്കെ, കൊച്ചിക്കാരനാണ്. ശ്രീകാന്ത് ഏട്ടൻ്റെ താടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശ്രീകാന്തിൻ്റെ താടി ഞാൻ വന്ന സമയത്ത് പ്രവീൺ പറഞ്ഞത് ഫുള്ള് വളഞ്ഞിരിക്കുകയാണല്ലോ എന്ന്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഒരു മോനുണ്ട് 4 വയസ്സല്ലേ, 4 വയസ്സുള്ള മോൻ പിടിച്ച് വലിച്ചിട്ട് വളഞ്ഞു പോയതാണ്. അവസാനം പ്രവീൺ ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ശ്രീകാന്തിൻ്റെ താടി ഈ കോലത്തിലോട്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫസ്റ്റ് ടൈമല്ലേ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണിക്കാൻ കുറച്ച് ഒന്ന് ലൈറ്റ് സെറ്റ് ചെയ്യും. ബാക്കി പ്രവീൺ നോക്കിക്കോളും. പ്രവീൺ കൊണ്ടുപോകല്ലേ? ശരി, ഓക്കെ. നൈസ്. നീ അത് ബാക്ക്ഗ്രൗണ്ട് വീഴാണ്ട് നോക്കിക്കോ. ഒരു കൈ വെച്ചിട്ട് ആ ഫ്ലാഷ് അത് തന്നെ. ഇനി ഹെയറിൽ മാത്രം കൊടുത്തേ. അത് തന്നെ കേട്ടാ. ഏതാ കണ്ടിന്യൂസ്? പക്ഷെ അതൊക്കെ ഗുഡ്. ഇനി ഫേസ് മാത്രം കൊടുത്തേ. അത്രയും വേണ്ട, കുറച്ച് ഗുഡ്. ലുക്ക് അത് ബ്രൈറ്റ് ആയിട്ട് ചിരിക്കുക ചേട്ടാ. നമ്മളൊരു പഞ്ച് കുറച്ചുകൂടെ ഫേസ് കണ്ടേ. ശരി, ഗുഡ്. ഫേസ് നൈസ് ആയിരിക്കും. ഇത് കുറച്ചുകൂടെ അടുപ്പിച്ചോ ലൈറ്റ്. സോറി, ഞാൻ തന്നെ അതിന് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുവന്നത്. റെഡി.
റെഡി നോക്കട്ടെ ചേട്ടാ. കലിപ്പ് വരണം കുറച്ചുകൂടെ ഫേസിൽ. നൈസ്. അപ്പം ഞാൻ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞതെന്ന് കണ്ടല്ലോ. ഇന്നലെ ശ്രീകാന്തേട്ടനെ കണ്ടപ്പോൾ ശ്രീകാന്തേട്ടൻ എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചു, എന്നെ കൊണ്ട് പറ്റുമോ എന്നറിയത്തില്ല എന്ന്. ശ്രീകാന്തേട്ടാ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നല്ലാതെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പടം എടുക്കണത്. ശ്രീകാന്തേട്ടൻ വീട്ടിൽ ചെന്നിട്ട് പറയണം കേട്ടോ ഭാര്യ അടുത്ത്. കാരണം എന്തായാലും പറയണം ശ്രീകാന്തേട്ടന് പറ്റുമോ എന്നൊക്കെ ഉള്ള ട്രോളൊക്കെ ട്രോളിയിട്ടാണ് ചേച്ചി വിട്ടത്. വേറെ എന്താ ശ്രീകാന്തേട്ടന് പറയാനുള്ള? നന്ദി. ഒത്തിരി ടാലൻസിനെ എനിക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കിത് പറ്റുള്ളൂ. ഓക്കെ, അപ്പം ടിൽ ദെൻ ബൈ. ശ്രീകാന്തേട്ടൻ ഒരു ബൈ കൊടുക്കും നമ്മുടെ ഓഡിയൻസ്. ബൈ.